ഉമ്മ, ഞാൻ പോവുക. ആയിഷ തലയിലേക്ക് ദുപ്പട്ട വലിച്ചിട്ടു. അവളുടെ കണ്ണുകളിൽ ഭയം കാണാം, പക്ഷേ മനസ്സ് ഉറച്ചതായിരുന്നു. വാപ്പ മരിച്ചിട്ട് 5 മാസം. കടം കയറി വീട്ടിൽ മുഴുപട്ടിണി. ആയിഷയ്ക്ക് താഴെ 2 അനിയത്തിമാര് പഠിക്കുന്നുണ്ട്. ഉമ്മയെ കൊണ്ട് ഒറ്റയ്ക്ക് മുന്നോട്ട് പോവാൻ പറ്റുന്നില്ല. മോളെ, അല്ലാഹു നിന്നെ കാത്തോളട്ടെ. വലിയ ബംഗ്ലാവ്. മുതലാളി ഹാജി ഇബ്രാഹിം. പുറത്ത് എല്ലാവർക്കും നല്ലവൻ, അകത്ത് മറ്റൊരു മുഖം. ആദ്യ ദിവസങ്ങളൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മുതലാളി ആയിഷയോട് വളരെ സ്നേഹത്തോടെ പെരുമാറി. കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അയാളുടെ പെരുമാറ്റത്തിൽ മാറ്റം വന്നു തുടങ്ങി. ആയിഷ, നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാണ്? ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നിനക്ക് ഞാൻ കൈ നിറയെ ക്യാഷ് തരാം. അവളുടെ കണ്ണു നിറഞ്ഞു. ഈ ദുഷ്ടന്റെ മാന്യതയുടെ മുഖംമൂടി എങ്ങനെ പുറത്തു കൊണ്ടുവരും? ഇല്ലെങ്കിൽ ആരും തന്നെ വിശ്വസിക്കില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ മുതലാളി പിന്നെയും അവളുടെ അടുത്ത് വന്നു. തൻ്റെ ആവശ്യങ്ങൾ അനുസരിക്കണമെന്ന് ആവർത്തിച്ചു. അയാൾ അറിയാതെ അവൾ അതെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്തു. പിന്നീട് തല ഉയർത്തി അയാളുടെ മുഖത്തു നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, എനിക്ക് പണത്തിന് ആവശ്യമുണ്ട്, പക്ഷേ അതിലും എനിക്ക് വലുത് എൻ്റെ മാനമാണ്. അതും പറഞ്ഞ് ആയിഷ ആ ബംഗ്ലാവിൻ്റെ പടിയിറങ്ങി. വീട്ടിൽ ചെന്ന ആയിഷ ഉമ്മയെ റെക്കോർഡ് ചെയ്ത വോയിസ് കേൾപ്പിച്ചു. ഉമ്മ കരഞ്ഞു. മോളെ, നമ്മൾക്ക് പണമില്ല, പക്ഷേ ദൈവമുണ്ട്. പിറ്റേന്ന് ആയിഷ പള്ളി കമ്മിറ്റിയിലും ചില വിശ്വസ്തരായ സ്ത്രീകൾക്കും ആ വോയിസ് റെക്കോർഡ് കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആ നാട്ടിലെ ഹാജി ഇബ്രാഹിം മുതലാളിയുടെ ഇരട്ട മുഖം പുറത്തായി. അയാളെ സമൂഹം ചോദ്യം ചെയ്തു. പക്ഷേ ആയിഷയുടെ പോരാട്ടം ഇവിടെ അവസാനിച്ചില്ല. അവൾ പുതിയൊരു ബിസിനസ് തുടങ്ങി. ആയിഷയ്ക്ക് നല്ല കൈപുണ്യമുണ്ടായിരുന്നു. അതിനാൽ ആ കഴിവ് അവൾ ഒരു ബിസിനസ്സാക്കി മാറ്റി. അവളുടെ പാചകത്തിന് ആ ഗ്രാമം മുഴുവൻ ആരാധകർ. വീട്ടിൽ തന്നെയായിരുന്നു ആയിഷ ഫുഡ് ബിസിനസ് തുടങ്ങിയത്. ആദ്യ ദിവസം 5 ഓർഡർ, 2ാം ദിവസം 20. 1 മാസം ആവുമ്പോഴേക്കും നഗരത്തിൽ നിന്നു പോലും ഓർഡർ കിട്ടി. പതുക്കെ പതുക്കെ അവൾക്ക് വലിയ വലിയ ഓർഡറുകൾ കിട്ടിത്തുടങ്ങി. ചെറിയ കിച്ചൺ വലിയ റെസ്റ്റോറൻ്റായി. അവിടെ 4 പെൺകുട്ടികൾക്ക് അവൾ ജോലി നൽകി. ഭർത്താവ് ഉപേക്ഷിച്ച ഒരു സ്ത്രീയും അനാഥരായ 2 സ്ത്രീകൾ, അച്ഛനില്ലാത്ത ഒരു പെൺകുട്ടിയുമായിരുന്നു അവിടെ ജോലിക്ക് വന്നിരുന്നത്. തൻ്റെ പോലെ ആരും മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിക്കരുത് എന്ന് ആയിഷയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇനിയും ഒരുപാട് പെൺകുട്ടികൾക്ക് ജോലി നൽകണമെന്നതായിരുന്നു ആയിഷയുടെ പ്രാർത്ഥന.